ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് നബാട്ടി. ഞാൻ അരുണിമ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലയാളത്തിലെ പുതിയ മൂവീസിലൊന്നായ ബ്രോമാൻസിനെ കുറിച്ചാണ്. സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, അതുകൊണ്ട് തന്നെ നിങ്ങൾ പലതരം റിവ്യൂസ് ഓൾറെഡി കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് വേണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക. ഞാൻ കഴിഞ്ഞ ദിവസമാണ് റിവ്യൂ കണ്ടത്. ഇതിൻ്റെ മുന്നേ തന്നെ ഒരുപാട് റിവ്യൂസ് വളരെ പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെ സത്യം പോലെ തന്നെ വളരെ കിടിലനായിട്ടുള്ള ഒരു റിവ്യൂ പറയണം എന്നുള്ള അതേ പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ പോയത്. പക്ഷെ ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്, എനിക്ക് ഈ സിനിമ തീരെ വർക്കായിട്ടില്ല. എന്തുകൊണ്ടാണ് തീരെ വർക്കായിട്ടില്ല എന്ന് പറയും കാരണം, ഫസ്റ്റ് ഹാഫിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഞാൻ കേട്ടതുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും തോന്നിയില്ല. ഒരു വെറുപ്പീര് പടമായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആണ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിലെ മാത്യുവിൻ്റെ ക്യാരക്ടറൊക്കെ എമ്മാതിരി വെറുപ്പിക്കലാന്നറിയോ. എനിക്ക് മനസ്സിലായിട്ടില്ല ആ ക്യാരക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ അതുമായിട്ട് യാതൊരു തരത്തിലും കണക്ട് ആവാതെ ശരിക്കും അതിലവൻ ഇറിറ്റേറ്റഡ് ആവുന്ന സീന്, അവൻ ഭയങ്കര BP കയറുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണുന്ന പ്രേക്ഷകനായിരിക്കും ചിലപ്പോൾ BP കൂടെ. അത്രയും വെറുപ്പിക്കലായിരുന്നു. സെക്കൻഡ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൊക്കെ പറയുമ്പോൾ ആർക്കും ഒരു കൃത്യമായ പൂർണ്ണതയൊന്നുമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് വന്നു പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ ശരിക്കും ഉറങ്ങിയ പോലെ തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചും കൂടെ ഒന്ന് ഓണാവുന്നുണ്ട് കേട്ടോ. കുറച്ച് രീതിയിൽ കുറച്ചുകൂടെ ചിരിക്കാനുള്ള എലമെൻ്റ് ഒക്കെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇച്ചിരിയെങ്കിലും കുറച്ച് ആ കൊടുത്ത പൈസ പോയല്ലോ എന്നുള്ള ഫീൽ കുറച്ച് കുറയാൻ ആ സെക്കൻഡ് ഹാഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ നിങ്ങളൊരു പ്രേമലു വിചാരിച്ചിട്ടൊന്നും പോയേക്കരുത്. ഒരു പ്രേമലു പോലെ എടുക്കാൻ വിചാരിച്ചൊരു പടമാണെന്ന് തോന്നുന്നു. പക്ഷേ എവിടെയൊക്കെയോ കയ്യിൽ നിന്ന് പോയ പോലത്തെ ഒരു പടമായിരുന്നു. എനിക്ക് പൊതുവെ മൊത്തത്തിൽ ഇഷ്ടമായിട്ടില്ല. ദിസ് ഈസ് മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ. നിങ്ങൾക്ക് വെറുതെ എന്താ പറയുക, കുറച്ച് നേരം ചിരിക്കണം, യാതൊരു ഇത് ഇല്ലാതെ ചിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയ പടമൊന്നുമല്ല. പിന്നെ ഭയങ്കര ലൈറ്റായിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തരെ പോലെയാണല്ലോ മൂവീസ് ഇഷ്ടപ്പെടുക. ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ സട്ടിലായിട്ടുള്ള വളരെ നോർമലായിട്ടുള്ള ഒരു ആവറേജിനേക്കാളും ബിലോ ആയിട്ടാണ് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേറെ ആയിരിക്കും, പക്ഷേ എനിക്കിതൊരു ആവറേജോ താഴെയുള്ള ഒരു ഫിലിമാണ്. സോ ഞാൻ പറയുന്ന റിവ്യൂസ് ജെന്യുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മറ്റുള്ള പല ആളുകളും പറഞ്ഞിട്ട് കാണാൻ സാഹചര്യം കിട്ടിയിരുന്നില്ല. അപ്പോൾ അവരുടെ ഈ റിവ്യൂസൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് ഈ പടം കാണണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എൻ്റെ 260 രൂപ പോയി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു പൈസയ്ക്ക് എന്തായാലും ഒരു വിലയുണ്ട്. അപ്പോൾ OTT കാണാൻ നമുക്ക് വളരെ കൂളായിട്ട് കണ്ടിരിക്കാം, രസിക്കാനൊക്കെ ഉണ്ട്. അല്ലാതെ തിയേറ്ററിൽ അത്രയും പൈസ നമ്മുടെ ടൈം കൊടുത്ത് കാണാനുള്ളൊരു പടമാണെന്ന് ചോദിച്ചാൽ honestly for me it's not a type of my movie. So this is my review. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായമായാലും നിർദ്ദേശങ്ങളായാലും നിങ്ങൾക്ക് തോന്നിയത് എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.